ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വൈകുന്നേരം കണ്ടാലോ? അതെന്താണെന്നറിയോ? ഇന്നത്തേന്ന് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും എൻ്റെ വൈകുന്നേരങ്ങൾ ഇങ്ങനെയല്ല. എൻ്റെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് എൻ്റെ ഓരോ ദിവസവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 3 മാസം എനിക്ക് അനുഭവപ്പെടാത്ത ക്ഷീണവും തളർച്ചയൊക്കെയാണ് ഇപ്പോൾ ഈ 5 മാസത്തിൽ എനിക്ക് അനുഭവപ്പെടുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെയായിരുന്നോ? എന്ത് തന്നെ ആയാലും എൻ്റെ പണികൾ ഞാൻ തന്നെ ചെയ്താലേ എനിക്കൊരു തൃപ്തി വരാറുള്ളൂ. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഏട്ടൻ ഹെൽപ്പ് ചെയ്താലും ഏട്ടൻ ചെയ്യുന്ന പണികൾക്ക് മൊത്തം 100 കുറ്റങ്ങളും ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറിയോ എന്നൊരു ഡൗട്ട് ഇല്ലായകയില്ല അല്ലേ? നമ്മുടെ മുറ്റമൊക്കെ അടിച്ചു വാരി ഞാൻ നേരെ പോയി കുളിച്ച് വിളക്കും കത്തിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളൊക്കെ ഞാൻ വിളക്ക് കത്തിക്കാൻ മറക്കാറില്ല. അതുപോലെ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി നല്ല ഒച്ചത്തിൽ ഭക്തിഗാനവും വെക്കാറുണ്ട് കേട്ടോ. ഈ നേരത്തെ ഭക്തിഗാനത്തിൻ്റെ ശീലം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു പണ്ട് തൊട്ടേ. ഈ ഒരു 6 മണിക്ക് ശേഷം, 6 മണിയില്ല, അച്ഛൻ 5:30 ആകുമ്പോഴത്തേക്കും ഭക്തിഗാനം ഒച്ചത്തിൽ വെക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ആ ശീലം ഇവിടെ വന്നപ്പോഴുണ്ട്. കഴിഞ്ഞ കൊല്ലം പള്ളിക്കുന്ന് പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇത്തവണയും ഭയങ്കര തിരക്കാവും എന്ന് പേടിച്ചിട്ട് ഞാൻ മാലയൊക്കെ വീട്ടിൽ ഊരി വെച്ചിട്ടായിരുന്നു പോയത്. അങ്ങനെയൊന്നും താലിമാല ഊരി വെക്കാത്ത ഒരാളായിരുന്നു ഞാൻ. ഇതിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഊരി വെച്ചതാണ്. അത് അപ്പം തന്നെ ഞാൻ എടുത്തിടുകയും ചെയ്തു. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഏട്ടൻ വരാൻ വൈകും, അപ്പോൾ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ പുറത്തുള്ള അടുക്കളയിൽ തീയിട്ട് ചോറിനുള്ള വെള്ളവും കുളിക്കാനുള്ള വെള്ളവും ആക്കി. അതങ്ങ് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചായ തിളച്ചു. ഞാൻ അങ്ങനെ ചായ എടുത്ത് ഉമ്മറത്തേക്ക് പോയി. വയലിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നു.